സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഷംഷാബാദ് രൂപതയുടെ അഭിവന്ദ്യനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. പരിശുദ്ധ പിതാവിൻ്റെ അംഗീകാരത്തോടു കൂടി അത് പ്രഖ്യാപിക്കപ്പെട്ടു എന്നതിൽ വളരെ അഭിമാനവും സന്തോഷവും അഭിനന്ദനങ്ങളും പ്രത്യേകമായി ഞാൻ അറിയിക്കുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും സന്തോഷപൂർവ്വം ഈ സമയം ഞാൻ അറിയിച്ചുകൊള്ളും. സിറോ മലബാർ സഭയെ സംബന്ധിച്ച് പ്രേക്ഷിത ചൈതന്യത്തിൽ സഭയെ കൂടുതൽ കർമ്മോത്സുകമായ പാതയിലേക്ക് നയിക്കുന്നതിന് നിയുക്തനായിരിക്കുന്നത് പ്രേക്ഷിത ഭൂമിയിൽ നിന്നുള്ള ഒരു ഇടയനാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. ലോകമെമ്പാടുമുള്ള ജനതകളുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിന് എപ്പോഴും സന്നദ്ധതയും സമർപ്പണവും നടത്തിയിട്ടുള്ള സിറോ മലബാർ സഭയുടെ ഒരു പ്രേക്ഷിത ചൈതന്യം അത് കൂടുതൽ കർമ്മോത്സുകമാക്കുന്നതിനുള്ള ഒരു വലിയ അവസരമായി ഞാനിതിനെ കാണുന്നു. മിഷൻ ചൈതന്യത്തിലേക്ക് കൂടുതൽ അടുക്കുംതോറും കൂടുതൽ കേന്ദ്രീകൃതമായ ഭാവത്തിൽ ദൈവോന്മുഖതയിലേക്ക് സഭ നയിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പാവപ്പെട്ട മനുഷ്യരെ കരുതുന്നതിലും എല്ലാ മനുഷ്യരും ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്, ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് എന്നത് വസ്തുതാപരമായി ബോധ്യപ്പെട്ടും ജീവിക്കുമ്പോൾ സഭയുടെ ശുശ്രൂഷയിൽ കൂടുതൽ വെളിച്ചവും കൂടുതൽ സാക്ഷ്യവും അവിടെ പ്രകടമാകും. അഭിനവ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ മേഖലകളിൽ ഏറെ സഭയെ മുൻപോട്ട് നയിക്കുന്നതിന് പ്രാപ്തനാണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ കൂടുതൽ ഈ മേഖലയിൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭകളുടെ കൂട്ടായ്മയായി കത്തോലിക്ക സഭ കൂട്ടായ്മയുടെ ദൈവശാസ്ത്രം, കൂട്ടായ്മയുടെ സഭാശാസ്ത്രം രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ കൂടുതൽ പ്രകാശിപ്പിച്ചപ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ, കത്തോലിക്ക സഭകൾ കൂടുതൽ അതിൻ്റെ മിഴിവാർന്ന കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ച നാളുകളായിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ ഒക്കെ. മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്തതിൻ്റെ വെളിച്ചത്തിലും ബലത്തിലും എല്ലാ സഭകളുമായി നല്ല ഊഷ്മളമായ ബന്ധത്തിൽ ഇടപഴകുന്നതിന് പുതിയ സാരഥിക്ക് കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇതര സമുദായങ്ങളോടും ഇതര സഭകളോടും എല്ലാ മനുഷ്യരോടും സംഭാഷണത്തിലും സമ്പർക്കത്തിലും കഴിയുന്നതിന് അഭിനയ മാർ റാഫേൽ തട്ടിൽ പിതാവ് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അത് ഇനി സഭയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ അത് കൂടുതൽ പ്രകടമാവുക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
സിറോ മലബാർ സഭയുടെ വളരെ പ്രത്യേകതയാർന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ സഭയുടെ മേലധ്യക്ഷ സ്ഥാനം മാർ റാഫേൽ തട്ടിൽ പിതാവിലേക്ക് വരുമ്പോൾ സ്വർഗം അതിന് ആവശ്യകമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി വന്യപിതാവിൻ്റെ ശുശ്രൂഷയെ കൂടുതൽ ചൈതന്യവത്താക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യം, ദൈവവിശ്വാസികളുടെ കൂട്ടായ്മ എല്ലാം ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിറോ മലബാർ സഭയുടെ പൊതുവായ സമർപ്പണവും നേതൃത്വവും സാക്ഷ്യവും ഈ മേഖലയിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഏറെ സഹായകരവും ഏറെ സാങ്കത്യവുമുള്ളതാണ് എന്നത് അനുസ്മരിക്കുന്നതോടൊപ്പം സഭാമക്കളെ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും പുതിയ സഭാധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ സഭ ഒറ്റക്കെട്ടായി സ്നേഹബന്ധത്തിൽ, സാഹോദര്യത്തിൽ, പരസ്പര സഹകരണത്തിൽ പുതിയ അധ്യായങ്ങൾ രചിക്കുന്നതിന് പ്രാപ്തയാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.